എങ്ങനെയാണ് ഈ പറയുന്ന ഈ നവരന ഷെയ്ഖ് എന്ന് പറയുന്ന ഈ സ്ത്രീ, ഇവരെല്ലാം പർദ്ദയൊക്കെ ഇട്ട് കറുപ്പൊക്കെ ഇട്ട് അവിടെ നടക്കുന്നത്, ഇപ്പോഴും നടക്കുന്നത് പബ്ലിക്കിൻ്റെ മുമ്പിൽ മാത്രം കേട്ടോ. അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ പാർട്ടിയിലൊക്കെ പോകുന്ന ഈ സംഭവമൊന്നുമില്ല. ഇവർ ദുബായ് ബേസ്ഡ് ആയിരുന്നു. ഇവരെ കളിപ്പിച്ചത് ഏകദേശം 1,76,000 പേരെയാണ്. 99% മുസ്ലിങ്ങൾ. ഇവരുടെ ഹീര ഗോൾഡ് എക്സിം പോളിസി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പണം കൊടുത്തു കഴിഞ്ഞാൽ 36% ഇവർ ലാഭം കൊടുത്തു. അതും ശരിയ, അതായത് ഇസ്ലാമിക ലോ അനുസരിച്ചാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം നീക്കുന്നത്. ഈ പാവം പിടിച്ച മുസ്ലിങ്ങളെ മുഴുവനും ഇസ്ലാം എന്നും ഖുറാൻ എന്നും അതിൻ്റെ പാരായണവും അള്ളാഹുവിൻ്റെ കൃപയും കാരുണ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് വലിച്ചിട്ടു. ഇവർക്ക് കോഴിക്കോടും കൊച്ചിയിലും 2 ബ്രാഞ്ചുകളുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ പറയുന്ന ഓഫീസർ പറഞ്ഞത് പല FIRും കേരളത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ സ്ത്രീക്കെതിരെ. അപ്പം ഇവരെ സഹായിച്ചത് ഈ കോഴിക്കോടുള്ള കുറച്ച് മലയാളികളായ ഗൾഫിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾ തന്നെയാണ്. മനസ്സിലാക്കുക, നിങ്ങൾ ഇസ്ലാം എന്ന് പറയുമ്പോഴും മതമെന്ന് പറയുമ്പോഴും ഇതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ നിങ്ങൾക്ക് ബോധം വെച്ചിട്ടില്ല. അതിൻ്റെ കാര്യം ഇത് പറയുന്നത്. അതിനകത്ത് ഈ ഓഫീസർ പറഞ്ഞ ചില ആൾക്കാർ, മലയാളികൾ, അവർക്ക് ഗൾഫിൽ നിന്ന് പോലും വരാൻ പറ്റത്തില്ല. അവരവിടുന്ന് ഇവിടുന്നൊക്കെ പണം എടുത്ത് ഇതിൻ്റെ അകത്ത് കയറി ഇൻവെസ്റ്റ് ചെയ്തു. അവർക്ക് അവിടെ കേസായി. നാട്ടിലും അതേപോലായി. അതായത് പെട്ടത് മുഴുവനും 99% മുസ്ലിങ്ങൾ, പാവം പിടിച്ച മുസ്ലിങ്ങൾ.